എല്ലാവർക്കും പുതിയൊരു ടോയ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോയ് വീണ്ടും ഒരു മാർവലിൻ്റെ തന്നെയാണ്. ഹാസ്ബ്രോ കമ്പനിയുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ മൂവിയിൽ നിന്നുള്ള തോറിൻ്റെ ഒരു ടോയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. മാർവലിൻ്റെ ലെജൻഡ് സീരീസിലുള്ളതാണ്. ഹാസ്ബ്രോയുടെ ലെജൻഡ് സീരീസിലുള്ള ടോയാണ്. ഇതാണ് അതിൻ്റെ ബോക്സ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ തോർ. ഇതാണ് ഹാസ്ബ്രോയുടെ ബ്രാൻഡ് ലോഗോ. ഇവിടെയായിട്ട് തോറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഈ സീരീസിൽ വരുന്ന ടോയ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസാണ്. 6-7 ടോയ്സ് ഈ സീരീസിൽ വരണമുണ്ട്. ഇതിൽ വരുന്ന ഓരോ ടോയുടെ കൂടെ ഓരോ പാർട്സ് വരുന്നുണ്ട്. ആ പാർട്സ് എല്ലാം ജോയിൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു താനോസിൻ്റെ ഒരു ഫിഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ തോറിൻ്റെ ടോയ്. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള തോറിൻ്റെ ഒരു ആയുധമാണ്. അതിൻ്റെ കൂടെ ഒരു മിന്നലിൻ്റെ ഒരു എഫക്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ അവഞ്ചേഴ്സിൽ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് ടോയ്. വേണമെങ്കിൽ അവഞ്ചേഴ്സിൽ ഒരു അന്യഗ്രഹ ജീവി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. അതേ തോർ ഓഡിൻസൺ എന്നറിയപ്പെടുന്നത് അസ്ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ലോകത്തു നിന്നുള്ള വ്യക്തിയാണ് തോർ. ഓഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവം എന്നൊക്കെ പറയാവുന്ന ഓഡിൻ്റെ മകനാണ് തോർ. പിന്നെ മനുഷ്യരെ പോലെയല്ല, ലൈഫ് സ്പാനൊക്കെ ഒരുപാട് കൂടുതലാണ്. പിന്നെ അഡീഷണൽ കഴിവുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വാർ മൂവിയിൽ നിന്നുള്ള ലുക്കാണ്. അതായത് ഷോർട്ട് ഹെയർ ആയി ആ മൂവിയിൽ ഉള്ളത് ഷോർട്ട് ഹെയർ ആയിരിക്കും. അതിന് മുമ്പുള്ള മൂവീസിലൊക്കെ കുറച്ച് നീണ്ട ഹെയർ ഉള്ള ഒരു തോറിനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ആ ഒരു സിൽവർ ഇതെല്ലാം ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് തോറിൻ്റെ ആ ഒരു ഡ്രസ്സ്. ബാക്കിൽ റബ്ബറായിട്ടുള്ളൊരു കേപ്പാണ്, അതുകൊണ്ട് അധികം മൂവ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് കിടന്നോളും. ഇതാണ് ഹെഡ്. അത്യാവശ്യം തോറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ക്രിസ് ഹെംസ്വർത്തിൻ്റെ ആ ഒരു ലുക്കൊക്കെ ഇതിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതിനു മുമ്പുള്ള സ്ക്രാച്ച് മാർക്കെല്ലാം ഉണ്ട്. കണ്ണിൻ്റെ അവിടുത്തെ സ്ക്രാച്ച് മാർക്കുണ്ട്. പിന്നെ കണ്ണിലെല്ലാം നല്ല ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കയ്യിലുള്ള ആ ഒരു ഡീറ്റെയിലാണ്. ഒരു കെനി പോലത്തെ ഒരു ഗ്ലൗസ് പോലത്തേക്ക് ഒരു മെറ്റീരിയൽ എന്ന് പറയാം. കല്ല് ബൂട്ടുണ്ട്. കളർ കൂടുതലും ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ്. ബ്ലാക്ക് എന്നല്ല, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് എന്നൊക്കെ പറയാമെന്നുള്ളൊരു കളറാണ്. പിന്നെ കേപ്പ് ഫുള്ള് റെഡും അതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. മൂവ്മെൻറ്റ് നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഹെഡിൻ്റെയും മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ പാർട്ടിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫിഗർ അത്യാവശ്യം നല്ല പ്രൊപ്പോർഷനായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ് ഹെംസ്വർത്ത് അവതരിപ്പിച്ചിട്ടുള്ള തോറിൻ്റെത് നല്ല ഹൈറ്റുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിൻ്റെ ഇതിൽ ഈ ഫിഗറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കാണാൻ തോന്നുന്നു അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ തോറിന് നോർമലായിട്ടുള്ള വെപ്പൺ എന്ന് പറയുമ്പോൾ മ്യോനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാമറാണ്. അത് ഇതിനു മുമ്പുള്ള തോറിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഏലയുമായിട്ടുള്ള യുദ്ധത്തിൽ ആ മ്യോനർ ഡിസ്ട്രോയ് ആയിട്ട് പോകും. അതിനുശേഷം മെയ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ തോറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഒരു വെപ്പണാണ് സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെപ്പൺ. മ്യോനറിന് പകരം യൂസ് ചെയ്യുന്ന വെപ്പണാണിത്. പിന്നെ ഇതിൻ്റെ പെടി ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ ഗ്രൂട്ടിൻ്റെ ഹാൻഡാണ്. അതിൽ തന്നെ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മിന്നലിൻ്റെ എഫക്റ്റ് വരത്തക്ക രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോയ് ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.